കൈതക്കുഴി സെൻറ് തോമസ് മാർത്തോമ ഇടവക യുവജന സംഘത്തിൻ്റെ ലെൻഡ് ഡിവോഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നോമ്പിൻ്റെ 13-ാം ദിവസം. നോമ്പ് കാലം ഒരു തീർത്ഥാടന കാലമാണ്. കാനാവിൽ നിന്ന് കാൽവറിയിലേക്കുള്ള യാത്ര. നോമ്പുകാലം പോരാട്ടത്തിൻ്റെ കാലമാണ്. പ്രതികൂലങ്ങളോടും പ്രലോഭനങ്ങളോടുമുള്ള പോരാട്ടം. നോമ്പ് നമ്മെ വിശുദ്ധീകരിക്കുന്ന കാലമാണ്. നോമ്പുകാലം പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും കാലം. നോമ്പുകാലം ആന്തരികമായ അന്വേഷണങ്ങളുടെയും തിരുത്തപ്പെടലുകളുടെയും കാലമാണ്. അതുകൊണ്ട് ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ കുറവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടോ അതൊന്ന് കണ്ടെത്തുവാൻ, എവിടെയാണോ വീണുപോയത് അവിടെ നിന്നൊന്ന് മടങ്ങി വരുവാൻ ഇടയായിത്തീരണം. അതുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാൻ ഈ നോമ്പുകാലം നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒബ്രി മെനൻ എന്ന പ്രശസ്ത എഴുത്തുകാരൻ തൻ്റെ ഒരു പുസ്തകത്തിൽ ഇട്ടിരിക്കുന്ന പേര് ഹൃദയത്തിൽ ഒരിടം എന്നാണ്. ഹൃദയത്തിൽ ഒരിടം ഇല്ലെങ്കിൽ നാം ദൈവത്തെ എങ്ങനെ കണ്ടെത്തും? ദൈവത്തെ അനുഭവിച്ചറിയണമെങ്കിൽ ഹൃദയത്തിൽ ഒരിടം ആവശ്യമാണ്. എന്നാൽ വേദപുസ്തകം പറയുന്നു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയാണ്. നാം ദൈവരാജ്യം അന്വേഷിച്ച് നടക്കുന്നവരാണ്. പക്ഷെ വേദപുസ്തകം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. മുള്ളുകൾ കൊണ്ട് ഞെരുങ്ങിപ്പോകുന്ന വിത്തിൻ്റെ ഉപമ പറയുമ്പോൾ ഹൃദയത്തിനുള്ളിലെ ചിന്തകളും ബഹുലതയുമാണ് സൂചിപ്പിക്കുന്നത്. അവിടെ ദൈവവചനത്തിന് ഇടമില്ലാതെ പോകും. ഒഴിഞ്ഞ കല്ലറയും ശൂന്യമായ ക്രൂശും ക്രിസ്ത്യാനിയുടെ പ്രത്യാശയാണ്. നാം നെഞ്ചോട് കൂട്ടിവെച്ചതെല്ലാം കൈവിട്ടു പോകുമ്പോൾ, അറിവുകളെല്ലാം നിഷ്ഫലമാകുമ്പോൾ, ചിറകെട്ടി നിർത്തിയതെല്ലാം തകർന്നു ഒഴുകുമ്പോൾ, ബഹളങ്ങളിൽ സ്വയം ഇല്ലാതെ പോകുമ്പോൾ, ശൂന്യമായ ക്രൂശിനെയും ഒഴിഞ്ഞ കല്ലറയെയും ധ്യാനിക്കുവാൻ ഈ നോമ്പ് നാളുകൾ നമുക്ക് ഇടയാകട്ടെ. നമ്മുടെ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ്. അനന്യാസ് വീട്ടിൽ ചെന്നു അവൻ്റെ തലയിൽ കൈവച്ചു, ശൗലേ സഹോദര സൗഖ്യമാക എന്ന് പറഞ്ഞു. ശൗലിനെ അനന്യാസിനെ നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് പ്രത്യക്ഷനാവുകയും ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയ ശേഷം അപ്രത്യക്ഷമാകുന്ന ഒരു കഥാപാത്രമായിട്ടാണ് അനന്യാസിനെ ആ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തീയ സഭ പീഡനം അനുഭവിച്ച കാലത്ത് ശൗൽ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. സ്ത്രീകളെയും പുരുഷന്മാരെയും യെരുശലേമിൽ പിടിച്ചുകെട്ടി തടവിലാക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കാലം. ശൗൽ ദമസ്കോസിലുള്ള ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിനു വേണ്ടി മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരപത്രവും വാങ്ങി ദമസ്കോസിലേക്ക് പോകുന്ന വഴി ദൈവം ശൗലിനെ പിടിക്കുന്നുണ്ട്. ദമസ്കോസിന്റെ പടിവാതിൽ ശൗലെ എന്ന് വിളിക്കുന്ന ശബ്ദവും, നീ ആരാകുന്ന കർത്താവേ എന്ന് ശൗൽ ചോദിക്കുന്നതും, നീ ഉപദ്രവിക്കുന്നവനാണ് ആയ ക്രിസ്തുവാണ് ഞാനെന്ന് പറയുന്നതും വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യൂദായുടെ ഭവനത്തിൽ ശൗൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ നിയോഗപ്രകാരം അനന്യാസ് ആ ഭവനത്തിലേക്ക് പോകുന്നുണ്ട്. അനന്യാസ് ചെന്നിട്ട് ശൗലിൻ്റെ മേൽ കൈവച്ച്, ശൗലേ സഹോദര നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണനാക എന്ന് പറയുകയും ആ ശൗലിനെ പൗലോസാക്കി മാറ്റുവാൻ വേണ്ടി പ്രധാന ഒരു പങ്കുവഹിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനാണ് അനന്യാസ്.
അനന്യാസ് ദൈവത്തോട് ആലോചന കഴിക്കുന്ന മനുഷ്യനായി. ദൈവത്തോട് ആലോചന കഴിക്കും. ദൈവം അവനെ വിളിക്കുമ്പോൾ ശൗലിന്റെ അടുക്കലേക്ക് പോകുവാൻ ആവശ്യപ്പെടുമ്പോൾ ദൈവത്തോട് അനന്യാസ് ആലോചന കഴിക്കുകയാണ്. കർത്താവേ, ഈ മനുഷ്യൻ യെരുശലേമിലുള്ള ക്രിസ്തു വിശ്വാസികളെ പീഡിപ്പിക്കുകയും അവരെ തടവിലാക്കുകയും ചെയ്തു. ദമസ്കോസിലുള്ളവരെയും പീഡിപ്പിക്കുവാൻ വേണ്ടി അധികാരപത്രവുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. കർത്താവ് അനന്യാസിനോട് പറയുന്നുണ്ട്, നീ പോക, അവനെ ജാതികളുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ എൻ്റെ വചനം ഘോഷിപ്പാൻ തക്കവണ്ണം അവനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാകുന്നുവെന്ന് അനന്യാസിനോട് പറയുകയും, അനന്യാസ് ശത്രുവിൻ്റെ അടുക്കലേക്ക് ആണെങ്കിൽ പോലും രണ്ടാമത് ചോദ്യം ചെയ്യാതെ കടന്നു പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. രണ്ടാമതായിട്ട് അനന്യാസ് അനുസരിക്കുന്നവനായിരുന്നു. കർത്താവിൻ്റെ കൽപ്പന ലഭിച്ചപ്പോൾ രണ്ടാമതൊന്ന് തിരിഞ്ഞു നോക്കാതെ ശത്രുവിൻ്റെ അടുക്കലേക്കാണെന്ന് അറിഞ്ഞിട്ടും അനന്യാസ് ആ ഭവനത്തിലേക്ക് കടന്നു പോവുകയും ശൗലിനെ സഹോദര എന്ന് വിളിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ശത്രുവിനെ പോലും സഹോദര എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ഈ അനന്യാസിനെ ദൈവം ഉപയോഗിച്ചു. ഈ നോമ്പ് നാം ശത്രുക്കളെ സ്നേഹിക്കുന്നവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാനും കർത്താവിൻ്റെ മുഖഭാവവും കർത്താവിൻ്റെ സ്നേഹവും നമ്മിൽ പ്രതിഫലിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.